12 വർഷക്കാലം കത്തോലിക്ക സഭയെ നയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കും സമൂഹത്തിനും നൽകിയ സംഭാവനകളെ പ്രധാനമായും 8 മേഖലകളിലായി തരംതിരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്നാമത്തേത് ലോക സമാധാനത്തിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സംഭാവനകളെ കുറിച്ചാണ്. രണ്ടാമതായി ഞാൻ പറയുക കത്തോലിക്ക സഭയുടെ നവീകരണത്തിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളെ കുറിച്ചാണ്. മൂന്നാമതായി ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തെക്കുറിച്ചും ദരിദ്രരോടുള്ള കരുണയെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാലാമതായി പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആധുനിക ലോകം ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം കാര്യക്ഷമമായി ഇടപെട്ടു എന്നതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അഞ്ചാമതായി സഭയിലും സമൂഹത്തിലും സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാർപ്പാപ്പ ചെയ്ത നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് സംഭാവനകളെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആറാമതായി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവന എന്ന് പറയുന്നത് മതാന്തര സംഭാഷണത്തിന്റെ മേഖലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ അതുല്യമായ സംഭാവനയാണ്. ഏഴാമതായി ജീവന്റെയും കുടുംബത്തിന്റെയും പ്രസക്തിയെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വാചാലനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന പ്രോ ലൈഫ്, ജീവന്റെയും കുടുംബത്തിന്റെയും പ്രസക്തിയെക്കുറിച്ചും സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അവസാനമായി, അതായത് എട്ടാമതായി, സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലുകളെ കുറിച്ചും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.